പത്തനംതിട്ടയിൽ കാട്ടാനാക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കണമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ശശിനാരായണൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, ഈ ഗൃഹനാഥൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രധാനമായും നഷ്ടപരിഹാരം, ഈ കൊല്ലപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യമുയരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ, അതോ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണോ? കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ അവിടുത്തെ പ്രദേശവാസികളും ഒപ്പം ജനപ്രതിനിധികളും ഇപ്പോൾ DFOയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. നിലവിൽ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള രീതിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം 50 ലക്ഷം രൂപ വേണമെന്നാണ് ഉള്ളത്. കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം, മകന് ജോലി വേണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ശുപാർശ ചെയ്യുമെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഇപ്പോൾ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാട്ടാന വന്യമൃഗങ്ങൾ ഈ കൃഷിയിടങ്ങളിലും ഈ ജനവാസ മേഖലയിലും വരാതിരിക്കാൻ വേണ്ടി ഫെൻസിങ്ങും കിടങ്ങുകളും തീർക്കുന്നതിനുള്ള സംവിധാനവും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധവും അവസാനിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വന്യമൃഗങ്ങളെ കൊണ്ടാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര മതിയായ സംരക്ഷണം, അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത്ര സുരക്ഷിതത്വം, ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ, ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അത്തരം കാര്യങ്ങളാണ് ഈ തുലാപ്പള്ളിയിലെ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളായിരുന്നു എന്നുള്ള വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ജനകീയ മാർച്ചും പ്രതിഷേധവും ഒക്കെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം എന്നതിലേക്കാണ് ഇപ്പോൾ ചർച്ച വെച്ച ആ ചർച്ചയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നിലവിൽ സർക്കാരിന്റെ തീരുമാനപ്രകാരം നിലവിലുള്ള ഒരു 10 ലക്ഷം രൂപ എന്ന അത് നൽകാനുള്ള തീരുമാനം ഇന്ന് തന്നെ എടുത്തിരുന്നു. കളക്ടർ ആദ്യം തന്നെ അത് സൂചിച്ചിരുന്നു. എന്നാൽ അത് പോരാ, 50 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കാര്യം കൂടി ഇപ്പോൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചും. തീർച്ചയായും ശശിനാരായണൻ, എന്തായാലും താൽക്കാലികമായി പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ആവശ്യം അവരുടെ സ്വൈര്യ ജീവിതമാണ്. പത്തനംതിട്ട ജില്ലയിലാണ്, അതായത് മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ വന്യജീവി ആക്രമണം രൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശം. അതിന് മലയോര മേഖലകളിൽ ഇതിനു മുൻപ് പലപ്പോഴായി വന്യമൃഗങ്ങൾ, കടുവയും മറ്റുമൊക്കെ മനുഷ്യജീവന് തന്നെ ഭീഷണിയായ സാഹചര്യമൊക്കെ സമീപകാലത്താണ് ഉണ്ടായത്. ഈ ഒരു കാട്ടാനാക്രമണം സ്ഥിരമായിട്ടുള്ള ഒരു പ്രദേശമാണോ ഇത്? അതോടൊപ്പം അറിയേണ്ടത്, ഈ ആക്രമിച്ച ഈ ഗൃഹനാഥനെ, ബിജുവിനെ കൊലപ്പെടുത്തിയ കാട്ടാനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പിടികൂടാനുള്ള നടപടികൾ എങ്ങനെയാണ് ശശിനാരായണൻ പുരോഗമിക്കുന്നത്? മലയോര ശബരിമലയോട് ചേർന്ന പ്രദേശമാണ് ഈ തുലാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം. വനമേഖലയാണ്. ഇവർ താമസിക്കുന്ന വനാതിർത്തിയോട് ചേർന്ന പ്രദേശം തന്നെയാണ് ബിജു കുടുംബം താമസിക്കുന്നത്. അവിടെ ഏകദേശം നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ആ മേഖലയോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. 60 വർഷം മുമ്പ് കുടിയേറിയ കർഷകരാണ് ഇവിടെ താമസിക്കുന്നത്, ഈ കണമല തുലാപ്പള്ളി മേഖലകളിലുള്ളത്. അവർ നിരന്തരം കഴിഞ്ഞ 60 വർഷമായും ഈ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടി ജീവിക്കുന്നവരാണ്. നിരവധി ആളുകൾ ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഈ തുലാപ്പള്ളിക്ക് തൊട്ടു സമീപമായ കണമലയിൽ 2 പേർ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, മുമ്പൊന്നുമില്ലാത്ത ഒരു വന്യമൃഗ ശല്യം പ്രദേശത്തുണ്ടാവുന്നു. അതിന് പരിഹാരം എന്ന നിലയ്ക്ക് ജനങ്ങൾ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടുള്ളത് ഈ വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായിട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ കിടങ്ങുകൾ, വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിൽ കടക്കാതിരിക്കാനുള്ള കിടങ്ങുകൾ സ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാൻ വനം വകുപ്പ് തയ്യാറായില്ല. അതിന്റെ എല്ലാം കാരണം അവർ പറയുന്നത് ചില നിയമത്തിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര നിയമത്തിന്റെയൊക്കെ നൂലാമാലകളാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് ഇവർ ജനങ്ങളോട് പറയുന്നത്. അതിന്റെ ഭാഗമായി പലപ്പോഴും ഇവർ ഈ വന്യമൃഗ ശല്യത്തിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ ജനങ്ങളാണ്. അത്തരത്തിൽ ഇപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബിജുവിന്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബിജുവിന്റെ വസ്തുവിൽ ഇന്നലെ രാത്രിയിൽ എത്തിയ കാട്ടാന കൃഷിയിടത്തിലെ തെങ്ങ് നശിപ്പിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ്
ബിജുവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ബിജുവിന്റെ ഭാര്യ ഡെയ്സിയും ഇന്നലെ അപകടത്തിൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു. തലനാരിഴയ്ക്കാണ് ഡെയ്സി രക്ഷപ്പെട്ടത്. ബിജുവിനെ കാട്ടാന ചുഴറ്റി എറിഞ്ഞ് ഈ തെങ്ങ് ഈ കൃഷി നശിപ്പിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ബിജുവിനെ കാട്ടാന ചുഴറ്റി എറിയുകയാണ് ഉണ്ടായത്. സ്പോട്ടിൽ തന്നെ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരണമടയുണ്ടായത്. അത്തരത്തിൽ ദാരുണമായ ഒരു മരണമാണ് ബിജുവിനുണ്ടായത്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം, ആ കുടുംബത്തിന്റെ ഉണ്ടായ നഷ്ടത്തിൽ പ്രദേശവാസികൾ ഒന്നടങ്കമാണ് ഇന്നലെ രാത്രി മുതൽ പ്രതിഷേധിച്ച് ഇന്നും സമാനമായ രീതിയിൽ രാവിലെ 9 മണിക്ക് കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ മാർച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി MP യുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചത്. ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തുകയും നാട്ടുകാർ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസും തമ്മിൽ ഉന്തും തെള്ളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവസാനം ഈ തങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ മാത്രമേ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലായിരുന്നു നാട്ടുകാർ. പ്രധാനമായും ഈ ബിജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ഈ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനുള്ള ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുക, ഒപ്പം കിടങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള കാര്യം കൂടി ഈ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അതിന് പരിഹാരം കാണാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നൊരു കാര്യമാണ് ഈ നാട്ടുകാർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DFOയുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചത്. കളക്ടറും DFOയും ആന്റോ ആന്റണി MP അടക്കമുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ച നടന്നത്. ആ ചർച്ചയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നൽകാവുന്ന ധനസഹായം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അത് നൽകാനുള്ള ശുപാർശ ഗവൺമെന്റിനോട് ചെയ്യുന്ന കാര്യം കളക്ടർ രാവിലെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ഒപ്പം ഈ കൊല്ലപ്പെട്ട ബിജുവിന്റെ മകന് ജോലി നൽകുന്ന കാര്യം കൂടി പരിഗണിച്ചിട്ടുണ്ട്. അതും പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 50 ലക്ഷം രൂപ വേണമെന്ന കാര്യം പറഞ്ഞപ്പോൾ സർക്കാരിനോട് ശുപാർശ ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഈ ഇറങ്ങുന്ന ജനവാസ മേഖലയ്ക്ക് ഇറങ്ങുന്ന തടയുന്നതിനുള്ള ഒരു പ്രതിരോധ നടപടികൾ കൂടി സ്വീകരിക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധ മാർച്ച് ജനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഇതൊരു ശാശ്വത പരിഹാരം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ആശ്വാസമാണ് എന്ന് നമുക്ക് തൽക്കാലം പറയാൻ കഴിയും. ടോം, പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമല്ലേ ശശിനാരായണൻ? കാരണം ഇതിപ്പോൾ തുടർച്ചയായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖല, കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ നിരവധി കർഷകരും സാധാരണക്കാരും വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന സംഭവം. ഇവിടെ ഫെൻസിംഗ് വേലി വേണമെന്ന ആവശ്യം മുൻപേ വർഷങ്ങളായിട്ട് ഉയർന്നതാണ്. മറ്റ് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് അങ്ങനെ കൈയൊഴിയാൻ സർക്കാരിന് പറ്റുമോ, വനംവകുപ്പിന് പറ്റുമോ? ഈ വിഷയത്തിൽ ഇന്നത്തെ ചർച്ചയിൽ ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നാട്ടുകാർക്ക്, പ്രതിഷേധക്കാർക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്? ടോം, ഈ വനംവകുപ്പിന്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള നിയമത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞാണ് നാട്ടുകാരെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ വനംവകുപ്പ് അകറ്റി നിർത്തുന്നത്. പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം തങ്ങൾക്ക് വർഷങ്ങളായി ജീവിക്കുന്ന പ്രദേശത്ത് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ഒരു അവകാശമാണ്. അത് സംരക്ഷിക്കാൻ ഉള്ള ധാർമ്മികമായ എല്ലാ ഉറപ്പുകളും സർക്കാരിനായാലും അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലായാലും വേണമെന്ന് കാര്യമാണ് ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഈ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ട മാതിരി ഇനി തുടർച്ചയായിട്ട് അവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത. കാരണം കാട്ടാനകൾ തുടർച്ചയായി ഇറങ്ങുന്ന പ്രദേശമാണ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്ത് ഈ സമാനമായ ഇന്ന് ബിജുവിനെ കൊലപ്പെടുത്തിയ കാട്ടാന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ പുലിയും ഈ പ്രദേശങ്ങളിലൊക്കെ 14ഓളം നായ്ക്കളെ വീടുകളിൽ നിന്ന് പുലി പിടിച്ചുകൊണ്ട് പോയിട്ടും പരാതി വനംവകുപ്പിനോട് പറഞ്ഞിട്ടും അതിനും നടപടിയില്ല. അത്രയും കൂട് സ്ഥാപിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ വനംവകുപ്പ് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും അതിനൊന്നും ഒരു പരിഹാരം കാണാത്ത രീതിയിൽ വനംവകുപ്പ് മാറുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങൾ ഇന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്തായാലും ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വനംവകുപ്പ് പൂർണ്ണമായി അംഗീകരിച്ചുവെങ്കിലും അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുമെന്ന കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത്. കാരണം ആ 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ നിലവിൽ ഈ ബിജുവിന് നൽകിയിട്ടുള്ളത്. 50 ലക്ഷം രൂപ വേണമെന്നാണ് ജനപ്രതിനിധികളും ഈ നാട്ടുകാരും ഈ ചർച്ചയിൽ എടുത്തോണ്ട് പറഞ്ഞത്. പക്ഷെ അത് ശുപാർശ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ഫെൻസിങ്ങും കിടങ്ങുകളും അടിയന്തരമായി ഈ പ്രദേശത്ത് നടപ്പിലാക്കുമെന്ന കാര്യം കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. കാരണം അത്തരം കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടും ഇതൊന്നും നടപ്പിലാവാത്ത ഒരു വസ്തു കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഈ ജനങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതോ ഇനി നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ചർച്ചയിൽ അവസാനമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ജനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മലയോര മേഖലയിലെ ആളുകൾ, കർഷകർ
അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ കണമല, അതുപോലെ എരുമേലി, കോട്ടയത്തിന്റെയും പത്തനംതിട്ടയുടെയും അതിർത്തി പ്രദേശങ്ങളായ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം 60 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി താമസിച്ച കർഷകരാണ്. നേരത്തെ കൃഷിയും കാര്യങ്ങളും കാർഷിക വിളകളൊക്കെ നട്ടുപരിപാലിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവർ കഴിയുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ആ കാട്ടുപന്നിയുടെ ആയാലും അത് കാട്ടുപോത്തിന്റെയൊക്കെ ആക്രമണം, പുലി അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലെത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിജുവിന്റെ വീട് വനാതിർത്തിയോട് ചേർന്നൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശത്താണ് താമസിക്കുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ ബിജുവിന്റെ മൃതദേഹം മകൻ വിദേശത്താണ്, വന്നതിന് ശേഷമായിരിക്കും സംസ്കരിക്കുക. 2 ദിവസത്തിനകം വെച്ച് അതിന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ബിജു എന്ന ഗൃഹനാഥനാണ് പുലർച്ചെ വന്യജീവി ആക്രമണത്തില്, കാട്ടാനാക്രമണത്തില് കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്.